നമുക്കിനി ലാസ്റ്റ് 2 പോയറ്റ്സിലേക്ക് പോവാം. പോയിട്രി പൊതുവെ എല്ലാവർക്കും വളരെ ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റർ ആണ് അല്ലെ. പോയിട്രിയിൽ കുറെ വലിയ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ഇന്നർ മീനിങ് ഉണ്ട്. എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് ആൻസർ അല്ലേ അപ്രീസിയേഷനിൽ എഴുതാൻ ചിലവർ ബുദ്ധിമുട്ട് കാണും. ഓക്കെ, സോ ഡോണ്ട് വറി, ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഈ ഭാഗം നിങ്ങൾ കണ്ടാൽ പോയിട്രി എന്നുള്ള പോയം സെറ്റ് ആക്കി തരാം. സോ പോയട്രി എഴുതിയിരിക്കുന്നത് പാബ്ലോ നെറൂഡ. ഓക്കെ, ഈ പാബ്ലോ നെറൂഡ എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആണ്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ചിലിയൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ആയിട്ട് വരെ റൺ ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ആയില്ല, പ്രസിഡന്റ് ആയിട്ട് വരെ റൺ ചെയ്തു. അപ്പം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ആക്ടിവിസ്റ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയം എഴുതും. ഓക്കെ, ഇപ്പൊ പോയിട്രി എന്നെല്ലാം പറയുന്നത് പോയംസ് എഴുതും. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ്. പാബ്ലോ നെറൂഡയുടെ ശരിക്കത്തെ പേര് പാബ്ലോ നെറൂഡ എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് പാബ്ലോ നെറൂഡയുടെ ശരിക്കത്തെ പേര് അറിയെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയിക്കുക കമന്റ്സിൽ, ചാറ്റിൽ. കമോൺ, എന്താണ് പാബ്ലോ നെറൂഡയുടെ ശരിക്കത്തെ പേര്? പാബ്ലോ നെറൂഡ എന്തിനാണ് പേര് മാറ്റിയത്? ഫസ്റ്റ് കാര്യം, 19-ാം വയസ്സിൽ അച്ഛന് പാബ്ലോ നെറൂഡ പോയിട്ട് ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അല്ലെ. ഏത് പേരന്റ് ആണെന്ന് എനിക്കറിയാം. ഈ കാലത്തും എന്താ, ഏത് പേരന്റ് ആണ് അല്ലെ എന്റെ മകൻ ഒരു എഴുത്തുകാരനാവണമെന്ന് പറയാം, വളരെ വേറാണ്. അതേപോലെ പാബ്ലോ നെറൂഡയുടെ അച്ഛനും എന്താണ്, പാബ്ലോ നെറൂഡ എഴുതണ്ടെന്നായിരുന്നു. അപ്പം ഈ പേരിൽ ഒരു പെൻ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന വർക്ക്സിന് ഒരു വേറെ പേര് കൊടുക്കും അല്ലെ. ആൻസർ വേറെ പേരിൽ പഠിപ്പിക്കുന്നു, അല്ലെ ജീവിതം വേറെ പേര്, അങ്ങനെയാണ്. അപ്പൊ അതേപോലെ ഒരു പേരാണ് പാബ്ലോ നെറൂഡ. ഓക്കെ, ഇനി കുറച്ച് പോയിന്റ്സ് ഞാൻ വളരെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ഇവിടുത്തെ പോയം അപ്രീസിയേഷൻ ഇതാണ്. ഇതാണ് കേട്ടോ പാബ്ലോ നെറൂഡ. പാബ്ലോ എസ്കോബാർ ആയിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. അതൊരു ഡ്രഗ് ലോഡ് ആണ്, ഇത് ഒരു പോയിറ്റ് ആണ്. ഓക്കെ, ചിലിയൻ പോയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല ചില്ലി ഇതാണോ? അല്ല, ചിലി എന്ന് പറഞ്ഞ കൺട്രി. ഓക്കെ, ചിലി എന്ന് പറഞ്ഞ കൺട്രിയിലെ ഒരു പോയിറ്റ്. നമ്മള് ഇന്ത്യൻ പോയിറ്റ് എന്ന് പറയുമ്പോൾ ചിലിയൻ പോയിറ്റ് ആണ്. ഡിപ്ലോമാറ്റ് ആണ്. ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് നല്ല വാല്യൂ ഉള്ള ഒരാളാണ്. ഓക്കെ, ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റസ് ഒക്കെ ഉള്ള ആളെന്ന് പറയുമ്പോൾ ഡിപ്ലോമാറ്റ് ആണ്. പൊളിറ്റീഷ്യൻ ആണ്, അതൊരു ആക്ടിവിസ്റ്റും കൂടിയാണ്. ഓക്കെ, ഇടയ്ക്ക് വളരെ 2000 ആൾക്കാരെ വരെ ഒരു സ്പെയിനിൽ നിന്ന് ചിലിയൻ ആൾക്കാരനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. ഇങ്ങനത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ മറക്കൂല, വെറുതെ കുറച്ച് പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്താൽ മറക്കും. അവരെ പറ്റി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, നമ്മൾ SSLC പഠിക്കുന്ന വേറൊരു പോയിറ്റിന് കൂടി നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഉണ്ട്. അത് ആർക്കാന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആരാണ്? പാബ്ലോ നെറൂഡയ്ക്ക് ഉണ്ട്, അതേപോലെ WB യീറ്റ്സിനും ഉണ്ട്. WB യീറ്റ്സിനും എന്താണ്, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നൊബേൽ പ്രൈസിന് എഴുതാൻ പറ്റും. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, എവറി ഡേ എക്സ്പീരിയൻസ് ആണ്. പാബ്ലോ നെറൂഡിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, പോയിട്രി ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ എവറി ഡേ ലൈഫിൽ കപ്പിനെ പറ്റിയിട്ടും വെള്ളത്തിനെ പറ്റിയിട്ടും അങ്ങനെ സിമ്പിൾ എവറി ഡേ ഒബ്ജക്ട്സിനെ പറ്റിയിട്ട് എഴുതും. വെരി ഗുഡ്. ഓക്കെ, അതൊക്കെ എഴുതും. അതാണ് ഒരു പ്രത്യേക സ്റ്റൈൽ. തീം എന്താണ്? ഈ പോയത്തിന്റെ തീം നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് ഓഫ് എ പോയറ്റ്. പാബ്ലോ നെറൂഡയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ഈ പോയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പോയട്രി എല്ലാവർക്കും എഴുതാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല അല്ലെ. ചിലവരെന്താണ് കഥയൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവം വരും. നമുക്ക് എന്താണ് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒന്നും എഴുതാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ബ്ലോക്ക് വരും. അതേപോലെ ചിലർക്ക് എന്താണ് പെട്ടെന്ന് ഐഡിയ ഒക്കെ വരും അല്ലെ. പെട്ടെന്ന് ഐഡിയ വരും, പെട്ടെന്ന് എന്താണ് കുറെ സിനിമയ്ക്ക് ഐഡിയ വരും, ചിലപ്പോൾ കഥയ്ക്ക് ഐഡിയ വരും. അതേപോലെ ഇത് വേറൊരു സിറ്റുവേഷൻ ആണ്. പാബ്ലോ നെറൂഡ ചെറുപ്പത്തില് ഹി വാണ്ടഡ് ടു ബിക്കം എ പോയറ്റ്. എനിക്കൊരു പോയറ്റ് ആവണം, ഒരു കവിത എഴുതുന്ന ആളാവണം. പക്ഷേ ഒന്നും വന്നിട്ടില്ല. പോയിട്രി എന്നുള്ള കഴിവ് എൻ്റെ അടുത്ത് വന്നിട്ടില്ലാത്തൊരു സമയത്തായിരുന്നു. ഓക്കെ, it is an experience of a poet who is embraced by poetic creativity. പോയട്രി, ആ കവിത, പോയട്രി എന്നുള്ള സാധനം എന്നെ തേടി വന്ന സമയത്തെ പറ്റിയിട്ട് പറയാം. പോയട്രി, ഇയാള് he did not chase his dreams. അപ്പൊ പോയട്രിനെ തേടി അങ്ങോട്ട് പോയ പോയട്രി പെട്ടെന്ന് എനിക്ക് വന്നു. എവിടുന്നോ? അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. when he desperately wanted to become a poet. അയാൾക്ക് ശരിക്കും ഒരു പോയിറ്റ് ആവണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അയാൾ പോയട്രി ഇങ്ങോട്ടേക്ക് വന്നു. ആ കഴിവല്ലേ, ആ ക്രിയേറ്റിവിറ്റി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുന്നത്. ഇതൊരു ഫ്രീ വേഴ്സ് സ്റ്റൈലാ. ഫ്രീ വേഴ്സ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റൈം സ്കീം ഇല്ല, ഒരു ലൈൻ ലെങ്ത്തും അങ്ങനെ 4 ലൈൻ അങ്ങനെയൊന്നുമില്ല, സ്റ്റാൻസ സിസ്റ്റം ഇല്ല. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ SSLC തന്നെ വേറൊരു പോയം ഉണ്ട്. ഏതാണ്? മദർ ടു സണ്ണിൽ എന്താണ് ഇങ്ങനെ കാണാൻ പറ്റും, ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഓക്കെ, ഫ്രീ വേഴ്സ് സ്റ്റൈൽ. അവിടെ റൈം സ്കീം ഇല്ല, അങ്ങനെ പ്രത്യേക റൂളുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇൻ ദിസ് പോയം പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ദ പോയിറ്റ്. പോയട്രി ആരെ അന്വേഷിച്ചു വന്നു? പാബ്ലോ നെറൂഡയെ അന്വേഷിച്ച് വന്നു എന്നാണ് പറയുന്നത്. ദ പോയറ്റ് വാസ് ട്രൂലി ഇൻസ്പയർഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹിസ് ഫസ്റ്റ് ലൈൻസ്. അതിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദ പോയം, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ പോയം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പോയം എപ്പോഴെങ്കിലും ആൻഡ് എന്നുള്ള വാക്ക് വെച്ച് തുടങ്ങില്ല.
പൊതുവെ ടുഡേ വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ് വാസ് ദാറ്റ് അങ്ങനെയൊക്കെ പറയും അല്ലേ. ഇവിടെ എന്താണ് ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്. അപ്പൊ എന്തോ പറയുന്നതിന്റെ ഇടയ്ക്കാട്ടോ. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പം അങ്ങനെയാ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ്ഡ്. ഏത് വയസ്സിലാ? ഒരു പ്രത്യേക സമയത്താണ് പോയിട്രി അറൈവ്ഡ്. സി, പോയട്രി എന്ന് പറയുമ്പോൾ ആ കാവിത്വം, എനിക്ക് കറക്റ്റ് മലയാളം വാക്കറിയില്ല, ആ പോയട്രി ആ ബേസിക് ആ സാധനം എന്നെ അന്വേഷിച്ചു വന്നു. അറൈവ്ഡ്, എത്തിയിരിക്കുന്നു. പോയിട്രിക്ക് എങ്ങനെ എത്താൻ പറ്റുക? അങ്ങനെ നിർത്തുമോ അല്ലേ? അപ്പൊ എനിക്ക് നാളെ മുതലേ മെസ്സിനെ പോലെ ഫുട്ബോൾ കളിക്കാനുള്ള കഴിവ് പെട്ടെന്ന് ഒന്നും ഇല്ല. പക്ഷെ പോയിട്രി അറൈവ്ഡ് എന്ന് പറയുന്നത്, അപ്പം പോയിട്രി ഒരു മനുഷ്യനായിട്ടാണ് അല്ലെ, ലഗേജും സൂട്ട് കേസൊക്കെ ആയിട്ട് പാബ്ലോ നെറൂഡ നിങ്ങളെ തന്നെ അന്വേഷിച്ച് വരികയായിരുന്നോ, ഈ കാലം വരുന്നു എന്നൊക്കെ പറയുന്നത് അല്ലെ, എന്നെ അന്വേഷിച്ച് വന്നു. ഓക്കെ, ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ അന്വേഷിച്ച് വന്നു. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വേർ. സി, എനിക്കറിയില്ല എവിടുന്നാ വന്നത്, എനിക്കറിയില്ല. ഊബർ വിളിച്ച് വന്നാണോ? ഐ ഡോണ്ട് നോ വേർ. 2 പ്രാവശ്യം പറയുമ്പോൾ എന്താണ്, എനിക്ക് അറിയുന്നില്ല എന്ന് എംഫസൈസ് ചെയ്യുക. അവിടെ വീണ്ടും എംഫസൈസ് ചെയ്യുക, എനിക്ക് അറിയില്ല എവിടുന്നാ വന്നതെന്ന്. It came from, where it came from winter or a river. വിന്റർ, എപ്പോഴാ എനിക്കറിയില്ല. വിന്റർ തണുപ്പ് കാലത്താണോ അല്ലെങ്കിൽ റിവർ എന്നാണോ, ഒരു പുഴയിൽ നിന്നാണോ വന്നത്, എനിക്കറിയില്ല. ഈ വിന്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ, വിന്ററില് തണുത്തിരിക്കുന്ന കാലത്ത് വെള്ളമൊന്നും ഒഴുകില്ല, വളരെ സ്റ്റില്ലായിരിക്കുന്ന സമയം, എല്ലാം വെള്ളമൊക്കെ ഐസായിരിക്കുന്ന സമയം. ആൻഡ് റിവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒഴുക്ക് അല്ലെ, വളരെ ഒഴുക്കാണ് നിങ്ങൾക്ക് അല്ലെ. നദി എന്ന് പറയുമ്പോൾ ഒഴുക്ക അല്ലെ, അപ്പം മൂവ്മെന്റാ. അപ്പം വിന്റർ എന്ന് പറയുമ്പോൾ സ്റ്റില്ലായിരിക്കുന്ന സമയം, റിവർ എന്ന് പറയുമ്പോൾ സമ്മർ അല്ലെങ്കിൽ നീങ്ങുന്ന സമയം. അപ്പൊ കോൺട്രാസ്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. അതാണ് ഞാൻ ഇവിടെ കൊടുത്ത കോൺട്രാസ്റ്റ്, വിന്റർ ഓർ റിവർ. വിന്റർ എന്നാണോ റിവർ എന്നാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എങ്ങനെയാ എപ്പോഴാ ഒന്നും എനിക്കറിയില്ല. എന്ത് പോയിട്രി എന്നെ അന്വേഷണം, എപ്പോഴാ എങ്ങനെയാ എവിടുന്ന എപ്പോഴാ ഒന്നും എനിക്കറിയില്ല. നോ, ദേ വർ നോട്ട് വോയിസസ്. ചിലവർ പറയും, ചില റൈറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ലെറ്റ്സ് സേ ദൃശ്യം എഴുതിയ നമ്മുടെ ജീത്തു ജോസഫിന് പെട്ടെന്ന് കഥ അങ്ങ് വന്നു എന്നാ പറയുന്നത് അല്ലെ, എന്റെ ബ്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ ചില പാട്ടുകാർ പറയും, എനിക്ക് രാത്രി സ്വപ്നത്തിൽ പാട്ട് കേട്ടു, അല്ലെങ്കിൽ എന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ എനിക്ക് അത് കേൾക്കാൻ പറ്റിയ സൗണ്ടുകൾ വന്നു എന്നൊക്കെ പറയും. പക്ഷേ പാബ്ലോ നെറൂഡ പറയുന്നത് നോ, അവർ ഒച്ചയല്ലായിരുന്നു, എനിക്കിങ്ങനെ പോയും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നതായിരുന്നില്ല. ദേ വർ നോട്ട് വേർഡ്സ്, വാക്കുകളും ആയിരുന്നില്ല, വാക്കുകളും അല്ല, സൗണ്ടും അല്ല, എവിടെന്നാ വന്നേന്നറിയില്ല, വിന്റർ എന്നാണോ റിവർ എന്നാണോ എന്നറിയില്ല. നോർ സൈലൻസും അല്ലായിരുന്നു, എന്തോ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്യോർ സൈലൻസും അല്ല അല്ലെ. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൺഡ്. ഏതോ ഒരു റൂട്ടിൽ നിന്ന്, ഏതോ ഒരു വഴിയിൽ നിന്ന് എന്നെ വിളിക്കപ്പെട്ടു, എന്നെ വിളിച്ചു. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റിന്റെ, രാത്രിന്റെ ഏതോ ഒരു സമയത്തിൽ നിന്ന് എന്നെ വിളിച്ചു. പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്. പെട്ടെന്ന് ആൾക്കാരുള്ളവിടത്തുനിന്ന് പെട്ടെന്ന് ഫ്രം ദി അതേഴ്സ്, ആൾക്കാരുടെ കൂടെയായിരുന്നു ഞാൻ, പെട്ടെന്ന് എന്നെ വിളിച്ചു രാത്രിന്റെ ഏതോ സമയത്ത് ഏതോ ഒരു വഴിയിൽ നിന്ന്. ഓക്കെ, അപ്പം പോയട്രി എങ്ങനെയാണ് നമ്മുടെ പോയിട്ട് പാബ്ലോ നെറൂഡയെ വന്നിട്ട് കണ്ടുപിടിച്ചത് എന്നാ പറയുന്നത്. എവിടുന്നാ വന്നേ, എങ്ങനെയാ വന്നേ, എപ്പോഴാ വന്നേന്ന് അറിയില്ല, ഇത് സൗണ്ട് ആണോന്ന് അറിയില്ല, സൈലൻസ് ആണോന്ന് അറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് എവിടെയോ നിൽക്കുമ്പോൾ എന്നെ പെട്ടെന്ന് എല്ലാവരുടെ അടുത്ത് നിന്ന് അങ്ങ് വിളിച്ചു, ഏതൊരു രാത്രി ഏതൊരു സ്ട്രീറ്റിൽ നിന്ന്. അതാണ് പറയുന്നത് പാബ്ലോ നെറൂഡ. ഓക്കെ, ഇനി അടുത്ത ലൈൻസ് നോക്കാം. among violent fires എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ, abruptly from others എന്ന് പറഞ്ഞില്ലേ, കുറെ ആൾക്കാരുള്ളപ്പം എന്നെ പെട്ടെന്ന് അവരെന്താണ് വയലന്റ് ഫയേഴ്സിൽ നിന്നാണ് എന്നെ എടുത്തത്. ഓർ റിട്ടേണിങ് അലോൺ. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലായി, abruptly from others വേറെ ആൾക്കാർ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ആണോ? പക്ഷെ among violent fires, ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ? ഇത് ഉദ്ദേശിക്കുന്നത് പാബ്ലോ നെറൂഡ കുറെ ആൾക്കാരെ, ഒരു 2000 ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു, ആക്ടിവിസ്റ്റ് ആയ സമയത്ത്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ആ സമയത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു സമയത്തായിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നോ, ഓർ ഞാൻ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരുമ്പോഴായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതാണ് പറയുന്നത്. സൈലൻസ് ആണോ വേർഡ്സ് ആണോ എന്ന് അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. there I was without a face and it touched me. without a face എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? without a face എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഇല്ല, ഒരു ഐഡന്റിറ്റി ഇല്ല. പാബ്ലോ നെറൂഡ അന്ന് ഒരാളും ആയിരുന്നില്ല, ഞാൻ ഒരു ആളുമല്ല, ഞാൻ ഒന്നും അല്ലായിരുന്നു. ആ സമയത്തായിരുന്നു വന്നത് അല്ലെ. ഞാൻ ഒരു തേങ്ങാക്കോലയല്ല എന്ന് പറയുന്ന പോലെ അല്ലെ. എന്നെ ആരും അറിയില്ല. ഇന്ന് പാബ്ലോ നെറൂഡ എല്ലാവർക്കും അറിയുന്ന പോലെ അന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ പോയിട്രി വന്നത്. അപ്പോൾ ആൾക്കാർ ഇടയ്ക്കായിരുന്നു അറിയില്ല, ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴാണോ എന്നറിയില്ല, ഏതോ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഏതോ ഒരു രാത്രി എന്നെ വിളിച്ചു, എന്നെ അന്വേഷിച്ചു വന്നു പോയിട്രി.
ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ഓക്കെ, എനിക്ക് എന്ത് പറയണം എന്നറിഞ്ഞില്ല. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. ഓക്കെ, എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. സി, പോയിട്രി പെട്ടെന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്തു. എനിക്ക് പോയിട്രി കഴിവുകൾ വന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹാഡ് നോ വേ വിത്ത് നെയിംസ്. എനിക്ക് പേരുകൾ അറിയില്ല. എൻ്റെ ഐസ് വർ ബ്ലൈൻഡ്. എനിക്കൊന്നും മനസ്സിലായി. സി, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു എക്സ്റ്റാറ്റിക് ഫീലിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പോയറ്റ് പാബ്ലോ നെറൂഡ ഒരു ഹോളി എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനാണ് പറയാം പോയട്രി വന്നപ്പോൾ. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ പോയട്രി ഇഞ്ചക്ഷൻ കയറ്റിയിട്ട് ഇങ്ങനെ ഒരു അസുഖം ഇങ്ങനെ എന്തോ ഒരു അനസ്തേഷ്യ ഒക്കെ കിട്ടുന്ന പോലെയാണ് എക്സ്പീരിയൻസ് എന്ന പോലെ നമുക്ക് പറയാം. ഓക്കെ, മൈ ഐസ് വർ ബ്ലൈൻഡ്. എനിക്ക് കാണാൻ പറ്റിയില്ല. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. എന്തോ എൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഒരു ഫയർ പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഫീവർ ഓർ ഫൊർഗോട്ടൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫീവറും ഫൊർഗോട്ടൻ വിങ്സ് എന്ന് പറയുന്നതും സിമ്പിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫീവർ എന്ന് പറയുമ്പോൾ പനിയാണോ, നമുക്ക് എന്താ നല്ല ചൂട് പനിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഫൊർഗോട്ടൻ വിങ്സ്, എൻ്റെ കൈൻ്റെ ഇടയിൽ മറന്നുപോയ 2 ചിറകുകൾ ഉണ്ടായിരുന്നു, അതും അല്ല. നോക്കിയേ, ഫീവർ എന്ന് പറയുമ്പോൾ ഫയർ ഓഫ് ഇൻസ്പിറേഷൻ. എൻ്റെ ഉള്ളിൽ മറന്നുപോയ എനിക്ക് ഒരു പണ്ടുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് പണ്ടുണ്ടായിരുന്ന എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തീ ആയിരുന്നോ? അതായിരുന്നോ ഇതിങ്ങനെ പെട്ടെന്ന് വന്നത് അല്ലേ? പണ്ട് ചെറുപ്പത്തിൽ നമുക്കൊരു എൻതൂസിയാസം എനർജി ഒക്കെ ഉണ്ട്, ആ സാധനമാണോ തിരിച്ചു വന്നത്? അല്ലെ ഫൊർഗോട്ടൻ വിങ്സ്, പണ്ട് എനിക്കുണ്ടായിരുന്ന കഴിവോ അല്ലെ എന്തോ ഈ മോട്ടിവേഷൻ ആണോ വന്നതെന്നാ ചോദിക്കുന്നത്? അതായിരുന്നോ എന്നാ ആലോചിക്കുന്നത് അല്ലേ? ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡിസൈഫറിങ് ദാറ്റ് ഫയർ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ആ ഫയർ അല്ലേ, ആ പുതിയ ഫയർ? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ആ ഫയർ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതാണ് നോക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ഒരു ഐഡിയ ഇല്ല, വായിലൊന്നും പറയാൻ പറ്റിയില്ല, ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചു, ചെറുപ്പത്തിലുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ഫയർ അല്ലെ, ഞാൻ മറന്നുപോയൊരു കഴിവായിരുന്നു എന്ന് ചോദിക്കുക. ഓക്കെ, അതാണ് ഈ പാർട്ടിൽ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ട് ലൈൻസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണം വായിച്ചു നോക്കാം. ഓക്കെ, ദ പോയം സ്റ്റാർട്ട് സഡൻലി വിത്ത് എ റെഫറൻസ് ടു എ ടൈം വെൻ ദ പോയറ്റ് ഡെസ്പെറേറ്റ്ലി വിഷ്ഡ് ഹി ബിക്കേം എ പോയറ്റ്. പണ്ട് പോയറ്റ് ആവണം എന്നുള്ള ആഗ്രഹമുള്ള സമയത്തിനെ പറ്റിയിട്ടാണ് റെഫറൻസ് ചെയ്യുന്നത്. ഓക്കെ, ദ പോയറ്റ് ബിഗിൻസ് ബൈ സേയിങ് ദാറ്റ് ഹി ഡസ് നോട്ട് നോ വെയർ പോയിട്രി അറൈവ്ഡ് ഫ്രം. പോയിട്രി എവിടെ നിന്ന് വന്നു എന്നറിയില്ല, ബട്ട് ഇറ്റ് കെയിം സെർച്ചിങ് ഫോർ ഹിം. എന്നെ അന്വേഷിച്ച്, അല്ലെ അവനെ പാബ്ലോ നെറൂഡയെ അന്വേഷിച്ച് വന്നതാണെന്നറിയാം. ഓക്കെ, നോക്കിയേ, ഇറ്റ് വാസ് നോട്ട് എ കോൾ. ഒരു കോൾ അല്ല, ഒരു പാട്ടല്ല, ഒരു സൈലൻസ് അല്ല. പക്ഷെ എന്താണ്? ഹി വാസ് സമൺ. അവനെ വിളിക്കും. ആരോ ഒച്ചയോ സൗണ്ടോ വിളിയോ വാക്കോ ഒന്നും അല്ല, പക്ഷെ എന്നെ വിളിച്ചു അല്ലെ. നോക്കിയേ, ദ യൂസ് ഓഫ് വിന്റർ റിവർ ആൻഡ് ബ്രാഞ്ചസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് നേച്ചർ ദാറ്റ് ഇൻസ്പയർസ് ഹിം. അവിടെ ഒരു ഇന്നർ മീനിങ് ഉണ്ടായിരുന്നു. നേച്ചർ, ആ നേച്ചറിന്റെ റെഫറൻസ് കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വളരെ എവറിഡേ ഒബ്ജക്റ്റിനെ പറ്റി എഴുതുന്ന ആളല്ലേ. റിവർ, വിന്റർ, ബ്യൂട്ടി, അതൊക്കെ എന്താണ്? നൈറ്റ് സ്കൈസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇൻസ്പയർ ചെയ്തെന്ന് പറയുന്നു. ഓക്കെ, ഓക്കെ, ബിഫോർ പോയട്രി, ഇത് വരുന്നതിന് മുൻപ് ദ പോയറ്റ് വാസ് മിസ്സിംഗ് എ പീസ് ഓഫ് ഹിംസെൽഫ്. ഇതിനു മുൻപ് സ്വന്തം എന്താണ് ഒരു കംപ്ലീറ്റ് ആയിരുന്നില്ല, എന്താണ് ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് ആ ഇൻസ്പിറേഷൻ ഉണ്ട്. വെൻ ഇറ്റ് ടച്ച്ഡ് ഹിം ഹി വാസ് കംപ്ലീറ്റ്. പോയിട്രി എന്നെ വന്ന് തൊട്ടപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു. പോയിട്രി ഗേവ് ഹിം എൻ ഐഡന്റിറ്റി, മീനിങ് ടു ഹിസ് ലൈഫ്. പോയിട്രി, ബിഫോർ പോയിട്രി ഐ ഹാഡ് നോ ഫേസ് എന്ന് പറയുന്നു അല്ലേ. മുഖമില്ലായിരുന്നു, ഇങ്ങനെ ബ്ലാങ്ക് അടിച്ചിരിക്കുകയാണോ? അല്ല, എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു, ആർക്കും എന്നെ അറിയില്ല. പക്ഷേ പോയിട്രി വന്ന് എന്നെ തൊട്ടപ്പോൾ എനിക്ക് പോയിട്രി അത് വന്നു അല്ലെ, ആ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ വന്നിട്ട് ഞാൻ പോയംസ് എഴുതാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഐ റോട്ട് മൈ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻസ്. ഫെയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അല്ലേ, ഒരു സ്ക്രിബിൾ ചെയ്ത് എന്തോ ഒരു റഫായിട്ട് എന്തോ എഴുതി, എൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ എഴുതി. ഫെയിൻറ്റ് വിത്തൗട്ട് സബ്സ്റ്റൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയില്ലേ, ചില സിനിമകൾ അതിലൊരു സ്റ്റഫും ഇല്ല അല്ലെ, വെറുതെ എന്തോ കഥ, എന്തോ ഒരു പൊട്ട കഥ എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ ഞാൻ എൻ്റെ ഫസ്റ്റ് വരികൾ എഴുതി, വലിയ സബ്സ്റ്റൻസോ ഇന്നർ മീനിങ് ഒന്നും ഇല്ല, പ്യോർ നോൺസെൻസ് അല്ലെ, ശുദ്ധ വിഡിത്താവാം, പ്യോർ വിസ്ഡം, അല്ലെങ്കിൽ നല്ല എന്തോ വിസ്ഡം അല്ലെ, വളരെ വയസ്സായിട്ടുള്ള കാര്യം, ചിലപ്പോൾ ശുദ്ധ വിഡിത്താവാം, അല്ല നല്ല മീനിങ് ഫുൾ ആയ കാര്യമാവാം. ഓഫ് സമ്മൺ ഹു ന്യൂ നത്തിങ്. ഞാൻ പുതിയ എഴുത്തുകാരൻ അല്ലെ, ഒന്നും അറിയാത്ത എൻ്റെ ചിലപ്പോൾ പുതിയ വിവരമായിരിക്കും, നോളജ് ആയിരിക്കും, അല്ലെ വിസ്ഡം ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, വളരെ കോൺട്രാസ്റ്റിംഗ് ആയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. ഓക്കെ അല്ലെ, എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഫസ്റ്റ് റഫായിട്ട് കുറച്ച് ലൈനുകൾ എഴുതി, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവില്ല, എന്താ ഒന്നുമില്ല, സ്റ്റഫ് ഒന്നുമില്ല, പ്യോർ വിഡ്ഢിത്തരം അല്ലെങ്കിൽ പ്യോർ വിസ്ഡം, നല്ല ഭയങ്കര എന്താണ് വിവരമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്, ഒരു ബിഗിനർ ആണ്. സഡൻലി ഐ സോ ദ ഹെവൻസ്. പെട്ടെന്ന് എനിക്ക് ഞാൻ കണ്ടു എന്ത്? ദ ഹെവൻസ് എന്ന് പറയുമ്പോൾ ആകാശം, ദ യൂണിവേഴ്സ് എല്ലാം കണ്ടു.
അൺഫാസ്റ്റൻഡ് ആൻഡ് അൺഓപ്പൺ. ഓക്കെ, അൺഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് കിട്ടാല് ഊരിയ. ഓക്കെ, ഫാസ്റ്റ് അൺഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പൺ. ഓക്കെ, അപ്പൊ ലൂസ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എനിക്ക് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, എല്ലാം ദ എൻറ്റയർ യൂണിവേഴ്സിനെ കാണാൻ പറ്റുന്ന പറയുന്നത് ദ പ്ലാനറ്റ്സ് ആൻഡ് ഓപ്പൺ. എനിക്കെല്ലാം കാണാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചോ, ഹെവൻസ് എന്ന് പറയുമ്പോൾ ദ സ്കൈ, ദ എന്താണ് ഹെവൻലി ബോഡീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം പ്ലാനറ്റ്സ്, ഓക്കെ, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് എല്ലാം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇവിടെ നേച്ചർ ആണ് പോയിട്ടിനെ ഇൻസ്പയർ ചെയ്യുന്നത്, നേച്ചറിനെ പറ്റി എഴുതുന്നത്, എവറി ഡേ ഒബ്ജക്ട്സിനെ പറ്റി എഴുതുന്നത്. ഇവിടെ യൂണിവേഴ്സിനെ മൊത്തം കാണാൻ പറ്റും. പോയിട്രി എന്നെ വന്ന് തൊട്ടപ്പോൾ ഐ ക്യാൻ സീ എവറിത്തിങ് എന്നാണ് പറയുന്നത്. പോയിട്രിനെ എല്ലാം കാണാൻ പറ്റും. അപ്പം എന്തൊക്കെ ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത് കാണിച്ചുതരാം. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു, പ്ലാനറ്റ്സ്. ഓക്കെ, പ്ലാനറ്റ്സ് കണ്ടു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, പാൽപിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീങ്ങുന്നതോ ഇങ്ങനെ പൾസ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, ഈ പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഈ ടീ പ്ലാന്റേഷൻസ് അറിയാം, നമുക്ക് ഈ ചെടികൾ അറിയാം. നമ്മളിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ സ്കൈന്ന് കാണുമ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ആടില്ലേ, ഇങ്ങനെ വയലിൽ കൂടെ. അതാ പറയുന്നത് പ്ലാന്റേഷൻസ്, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റേഷൻസ് കാണാം, പ്ലാനറ്റ്സ് കാണാം. ഷാഡോ പെർഫറേറ്റഡ്. ഓക്കെ, ഷാഡോ പെർഫറേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഷാഡോസ് ഉണ്ടാവില്ലേ, മരങ്ങളൊക്കെ ഉണ്ടാവും, വെയിലുണ്ടാവുമ്പോൾ ഷാഡോ ഉണ്ടാവും. അതിനോട് പെർഫറേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓട്ട ഉണ്ടാവും, ചെറിയ ചെറിയ ഓട്ട ഉണ്ടാവും. റിഡിൽഡ് വിത്ത് ആരോസ് അല്ലേ, അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ആരോസ് പോലെ ഇങ്ങനെ റിഡിൽഡ് വിത്ത് ആരോസ്, ഇങ്ങനെ വെയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടക്കുന്നുണ്ടാവും അല്ലെ. ഇനി അടുത്ത കാര്യം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഉദ്ദേശിക്കുന്നത് എനിക്ക് യൂണിവേഴ്സ് മൊത്തം കാണാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ് അത് സിമ്പിൾസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഫയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വയലൻസ്. ഓക്കെ, എനിക്ക് വയലൻസും കാണാം, ഫ്ലവർ എന്ന് പറയുമ്പോൾ പീസും കാണാം, പീസ്ഫുൾനെസ് അല്ലെ, ആ സമാധാനവും കാണാം. ദ വൈൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്, ഈ വൈൻഡിങ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രി അല്ലെ, ഈ തീർന്നുകൊണ്ടിരിക്കുന്ന രാത്രി ആൻഡ് ദ യൂണിവേഴ്സ്. അപ്പൊ എനിക്ക് ഇപ്പോൾ എല്ലാം കാണാമെന്നാ പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ഞാൻ എൻ്റെ കുറച്ച് വരികൾ എഴുതി, ചിലപ്പം ശുദ്ധ വിഡിത്താവാം, ചിലപ്പം അടിപൊളി കാര്യമാവാം, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് എല്ലാം കാണുന്നത്. ആകാശവും പ്ലാനറ്റ്സും പ്ലാന്റേഷൻസും ഓരോ ഷാഡോവും എല്ലാം എനിക്ക് കാണാം. ദ യൂണിവേഴ്സ് മൊത്തം കാണാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ സമ്മറി നമുക്ക് നോക്കാം. When the poem, see, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പാർട്ട് 2 എന്ന് എഴുതിയ, സ്റ്റാൻസ 2 എന്നൊന്നും എഴുതിയിട്ടില്ല, കാരണം ഇവിടെ സ്റ്റാൻസ ഇല്ല. ദിസ് ഇസ് എ ഫ്രീ വേഴ്സ് പോയം. ഓക്കെ, when the poet was first struck with the inspiration he was left speechless. അല്ലെ, ഈ ഇൻസ്പിറേഷൻ വന്നപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്നത്. he was speechless and the fire ignited with passion blinded. ആ ഫയർ, ആ മോട്ടിവേഷനെ കാണാതാക്കാൻ ബ്ലൈൻഡ് ചെയ്തു എന്നാ പറയുന്നത്. he became somewhat blind and dumb. അല്ലെ, കാണാനും പറയാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് സംതിങ് ഇൻസൈഡ് ഹിം ഓഫ് ഹിം awake. അല്ലെ, എന്തോ പെട്ടെന്ന് ഉള്ളിൽ എന്തോ ഒരു ഫയർ പെട്ടെന്ന് വന്ന പോലെ. ഹി ദെൻ കൺസ്ട്രൂഡ് ദ ഫോഴ്സ്, അനലൈസ് ചെയ്ത് എന്ത് ദ ഫോഴ്സ് ആൻഡ് ദ സമ്മൺ ദാറ്റ് ബിഗാൻ ഹിസ് ജേർണി ടു റൈറ്റ്. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് വന്ന ആ ഫോഴ്സും ആ എനർജി എവിടെ നിന്നാണ് അല്ലേ. വിത്തൗട്ട് മച്ച് കോൺഫിഡൻസ് ഹി റോട്ട് വാട്ട് എവർ കെയിം ടു. പെട്ടെന്ന് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഇല്ലാണ്ട് അങ്ങ് എഴുതി. ഓക്കെ, ഇറ്റ് അൺഫോൾഡഡ് എ ന്യൂ വേൾഡ് ഫോർ ഹിം. പെട്ടെന്നാണ് ഒരു പുതിയ ലോകം അല്ലെ, പുതിയ ലോകമായിരുന്നു അയാൾക്ക് വന്നത്. വേൾഡ് ഓഫ് എൻലെസ് പോസിബിലിറ്റീസ്, കാരണം എല്ലാം കാണാൻ പറ്റിയായിരുന്നു അല്ലെ, എന്തും എഴുതാൻ പറ്റിയത്, അങ്ങനത്തെ ഒരു കഴിവാണ് വന്നിരിക്കുന്നത്. ആൻഡ് മീനിങ്സ്, എ ഗാലക്സി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫൈനൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുകയാണ് നമ്മുടെ പോയിറ്റിന്റെ കയ്യിൽ. കാരണം ക്രിയേറ്റിവിറ്റി, പോയറ്റിക് ക്രിയേറ്റിവിറ്റി ആ ടച്ച് വന്നു. എനിക്ക് ഇനി എന്തും എഴുതാൻ പറ്റുന്ന പോലെയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസ അല്ലെ, അടുത്ത ഭാഗം നോക്കാം. സ്റ്റാൻസ എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഞാൻ ദ പോയറ്റ് ഫസ്റ്റ് പേഴ്സണിലാണ് പറയുന്നത്. ഇൻഫിനിറ്റെസിമൽ. ഓക്കെ, ഇൻഫൈനൈറ്റിന്റെ ഓപ്പോസിറ്റ്. ഇൻഫൈൻ എന്ന് പറയുമ്പോൾ വളരെ വലുത്, അൺഎൻഡിങ് വലിയ എന്ന് പറയും അല്ലെ. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫിനിറ്റെസിമൽ. ഓക്കെ, ബീങ്, ഞാൻ ഈ കുഞ്ഞ് ഞാൻ ഈ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ, എർത്ത് അല്ല, വേൾഡ്, ഗാലക്സി, യൂണിവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്രയും കുഞ്ഞ്, എക്സ്ട്രീംലി സ്മോൾ ബീങ്, ഈ മനുഷ്യ അല്ലെ, ഈ എന്താണ് ജന്തു. ഓക്കെ, ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വേൾഡ്. ഞാനിങ്ങനെ നമ്മൾ ഡ്രങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളമടിച്ച് ഇങ്ങനെ ഡ്രങ്ക് എന്നല്ല, ഞാനിങ്ങനെ ഐ മീൻ ലോസ്റ്റ് ഇൻ ദ സ്റ്റാറി വേൾഡ്. ഓക്കെ, ഞാൻ ഈ വളരെ എംപ്റ്റിനെസ്, ഈ നക്ഷത്രങ്ങളൊക്കെ ബ്യൂട്ടിയിൽ ഞാൻ ഇങ്ങനെ ലോസ്റ്റ് ആണ്, ഇങ്ങനെ കംപ്ലീറ്റ്ലി കാണാതെ ഇരിക്കുകയാണ്. ഓക്കെ, ലൈക്ക്നെസ്. ഓക്കെ, ഇമേജ് ഓഫ് മിസ്റ്ററി. ഓക്കെ, ഇമേജ് ഓഫ് മിസ്റ്ററി, ഒന്നും മനസ്സിലാത്ത ഈ സംഭവത്തിൽ ഞാൻ ഇത്രയും ചെറിയ മനുഷ്യൻ. ഫെൽറ്റ് മൈസെൽഫ് എ പ്യോർ പാർട്ട് ഓഫ് ദി അബിസ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ചെറിയ ഓക്കെ, ഞാൻ എന്താണ്, ഫെൽറ്റ് മൈസെൽഫ് എ പ്യോർ പാർട്ട്, എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയ എവിടെയാ, ഓഫ് ദി അബിസ്. അബിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കറിയാം, ഇവർ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു റൗണ്ട് ആയിട്ട് കരുതുക. ഓക്കെ, മുകൾ ഭാഗത്ത് എന്താണ്, അപ്പർ അല്ലെ, അപ്പർ എൻഡ് അല്ലെ, അപ്പർ എൻഡ്. താഴെ എന്താണ്, ലോവർ എൻഡ്. ഓക്കെ, ലോവർ എൻഡ്. ഇവിടെ എന്താണ്, ഇതിന് മേലുള്ള ജെനറ്റ് എന്ന് പറയും. ഓക്കെ, ജെനറ്റ് ഒരു ചെറിയൊരു ഫിലോസഫിക്കൽ സംഭവമാണ്. ഓക്കെ, ജെനറ്റ് എന്ന് പറയും. താഴെയുള്ളത് അബിസ്. ഓക്കെ, അബിസ് അല്ലെങ്കിൽ നാദിർ എന്നുള്ള ഫ്രണ്ട്
ഫ്രണ്ടിനുള്ള ആർക്കെങ്കിലും ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ നാദർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ദ അബിസ് അല്ലെങ്കിൽ താഴെ. പാതാളം എന്നൊക്കെ ചിലർ വിചാരിക്കും, മേലെ സ്വർഗ്ഗമാണെങ്കിൽ താഴെ എന്താണ് നരകാണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ യൂണിവേഴ്സിന്റെ അബിസ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴെയുള്ള എംപ്റ്റിനെസ്, ഓക്കെ, ബോട്ടംലെസ്, ഒന്നും ഇല്ലാത്തതില് ഐ ഫെൽറ്റ് മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറച്ച് ഇന്നർ ഡീപ്പ് സ്റ്റഫാണ് നമ്മുടെ പാബ്ലോ നെറൂഡ പറയുന്നത്. ഐ വീൽഡ് ഇൻ വിത്ത് ദ സ്റ്റാർസ്, ഓക്കെ, ഞാൻ ഇങ്ങനെ സ്റ്റാറുകളുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്, എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടി ലൂസായി, ഫ്രീഡം, കംപ്ലീറ്റ് ഫ്രീഡം കിട്ടി എന്നാണ് പറയുന്നത്. അതാണ് പാർട്ട് 3 പറയുന്നത്. നമുക്ക് നോക്കാം. He describes himself as a tiny insignificant being, അല്ലേ? ഒരു വിലയില്ലാത്ത ഞാൻ ഒരു കുഞ്ഞു സാധനമാണ് ഇവിടെ, കമ്പയർഡ് ടു ദ വാസ്റ്റ് യൂണിവേഴ്സ്, അല്ലേ? ലോകം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഒരു കുഞ്ഞു സാധനമാണ്. He is drunk with starry void and immersed in mystery. He has now become part of the abyss. ഞാൻ ഈ ലോകത്തിന്റെ ഒന്നുമില്ലാത്തതിന്റെ എംപ്റ്റിനെസിന്റെ ഭാഗമായിരിക്കുകയാണെന്ന് പറയുന്നത്. He felt part and parcel of everything. ഈ യൂണിവേഴ്സിന്റെ എല്ലാത്തിന്റെയും ഭാഗമായിട്ടാണ് പാബ്ലോ നെറൂഡയ്ക്ക് ഫീൽ ആയത്. ഓഫ് ദി ഇൻഫൈനൈറ്റ് സ്റ്റാറി സ്കൈ ആൻഡ് ദ അൺഇമാജിനബിൾ അബിസ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ സ്റ്റാറിനെ പറ്റി പറഞ്ഞു, മേലെയുള്ള ഇൻഫിനൈറ്റ് സ്റ്റാറി വോയിഡിനെ പറ്റി പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ താഴെ എന്താണ്? അബിസ്, ദ എൻറ്റയർ ഡീപ്പായിട്ടിരിക്കുന്ന എംപ്റ്റിനെസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു, അല്ലേ? അത് രണ്ടും പറ്റി. ദ പോയറ്റ് ഇസ് റിവോൾവിംഗ് വിത്ത് ദ സ്റ്റാർസ് ആൻഡ് ഹിസ് ഹാർട്ട് ഇസ് ഫൈനലി ഫ്രീ. ഹി ഹാസ് ഫൗണ്ട് പോയിട്രി, അല്ലേ? പോയിട്രി ഹാസ് കം ഇൻ സെർച്ച് ഓഫ് ഹിം ആൻഡ് ഫൗണ്ട് ഹിം. ഹി ബിക്കേം എ പോയിറ്റ് വിത്ത് അൺഎൻഡിങ് ഇമാജിനേഷൻസ്, അല്ലേ? തീരത്തെ ബൗണ്ടറി ഇല്ലാത്ത, ബൗണ്ട്ലെസ്, അൺഎൻഡിങ്, ഇൻഫൈനൈറ്റ് ഇമാജിനേഷൻസ് ഉള്ള ഒരു പോയറ്റ് ആയിരിക്കാണ് ഫൈനലി. ഇതാണ് പോയിട്രിയിൽ പാബ്ലോ നെറൂഡ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? പാബ്ലോ നെറൂഡ ബേസിക്കലി പറയുന്നത് പോയിട്രി എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ്, ആ എക്സ്പീരിയൻസ്, ഓക്കെ, അതിന് മുൻപുണ്ടായിരുന്ന ലോസ്റ്റ് ആയ ഞാൻ, പെട്ടെന്ന് എനിക്കിത് വന്നു. ആൻഡ് ആ വരുമ്പോൾ എക്സ്പീരിയൻസ്, ബ്ലൈൻഡായി, ഡമ്മായി, ഒന്നും ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ സ്പീച്ച്ലെസ് ആയിരിക്കുന്ന സമയം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫുൾ ഓഫ് ഇൻസ്പിറേഷനും ഫ്രീഡം കിട്ടിയിരിക്കുന്ന പാബ്ലോ നെറൂഡനെ 3 ഫേസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും, അപ്രീസിയേഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിവൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. The poem's theme revolves around the force that inspires one to find and embrace the true passion. Basically, പോയത്തിൽ എന്താണ്? പോയറ്റ് പാബ്ലോ നെറൂഡ പറയുന്നത് പോയിട്രി എന്നാണ്. അത് പാബ്ലോ നെറൂഡന്റെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താണ്? ഡ്രീം ആയിരുന്നു. പക്ഷെ നിങ്ങളും അതേപോലെ എന്താണ്? നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനത്തെ ആ ഫ്രീഡം, ആ എൻലെസ് ഇമാജിനേഷൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വരുന്നതാണ് പറയുന്നത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി. ഈ ചാപ്റ്ററിന്റെ കുറച്ചെങ്കിലും ഐഡിയ മനസ്സിലായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാറ്റിൽ ഫയർ ഇമോജി ഇടുക. ആൻഡ് എല്ലാവരും ചാറ്റിൽ അറിയിക്കുക ഇത് മനസ്സിലാകുന്ന. ഓക്കെ, അപ്പൊ ഇതാണ് പാബ്ലോ നെറൂഡന്റെ ബ്യൂട്ടിഫുൾ പോയം പോയിട്രി. ഓക്കെ, കുറച്ച് ഇന്നർ മീനിങ്, കുറച്ച് ഡീപ്പായിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ നോട്ട്സും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്ത് ആൻസർ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.